ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ദൊണ്ണ ബിരിയാണി. അപ്പം ദൊണ്ണ ബിരിയാണിക്ക് ആദ്യം ഓണിയൻ, ടൊമാറ്റോ, ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം എണ്ണയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതിലേക്ക് ആവശ്യമായ ചിക്കൻ കട്ട് ചെയ്ത പീസ്, ഗരം മസാല, ചില്ലി, ടർമറിക് പൗഡർ, പിന്നെ കേട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, മുട്ട ബോയിൽഡ്. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഇത് നല്ല വഴറ്റം. നമുക്ക് നല്ല വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അല്പം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല വഴണ്ട് വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി, പൂണ്ട്, പട്ട, ജീര ഇതെല്ലാം നമ്മൾ അരച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യുന്ന എണ്ണയിലേക്ക് ഇടണം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറിക്കിട്ടും നമുക്ക്. അതിൽ നമ്മൾ വേറെ ഐറ്റംസ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് നല്ല ഫ്രൈ അല്ല, നല്ല വഴറ്റട്ടെ. നല്ല വഴണ്ട് വരുമ്പോൾ നല്ല ഒരു മണം വരും. നല്ല മണം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ സാവധാനം വേണം ഇതെല്ലാം ഉണ്ടാക്കാൻ. അറിയെല്ലാം ഉണ്ടാക്കിയാൽ നമ്മുടെ ബിരിയാണിയെല്ലാം നാശമായി പോകും. അപ്പോൾ നമ്മൾ നല്ല വഴറ്റുക. കണ്ടത് ഇപ്പം നമ്മൾ ഇത് നല്ല പച്ച മണം മാറുന്നത് വരെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്താ ഇങ്ങനെ. അപ്പോൾ നമ്മളതിലേക്ക് അല്പം സോൾട്ട് ഇടണം. ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ. സോൾട്ട് ഇട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് ഇടണം. നല്ല സോൾട്ട് ഇടണം. കാണുന്നുണ്ടോ ഗൈസ്? എനിക്കറിയില്ല. കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളതിലേക്ക് സോൾട്ട് ഇടുക. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഐറ്റം നല്ല ആവട്ടെ കേട്ടോ. നല്ല വഴണ്ട് വരട്ടെ. തീ അല്പം കൂടെ ഞാൻ കൂട്ടിയിട്ട് സോൾട്ട് ഇട്ട് ഇപ്പോൾ നല്ലത് വരലുണ്ട്. ഇത് വഴണ്ട് വരുമ്പോൾ ഒരു മണം വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇതാണ്, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഗൈസ് ഒഴിക്കേണ്ടത്. 4 ഗ്ലാസ് വേണം. ഉണ്ട് കുഞ്ഞ് റൈസ്, നല്ല ബോയിൽഡ് റൈസാണ്. നമ്മൾ ഇത് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് അല്പം ടർമറിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടർമറിക്ക് കുറച്ച് ആഡ് ചെയ്തു. ഓക്കെ, ടർമറിക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾക്ക് എഗ്ഗ് ബോയിൽഡായി വരുന്നുണ്ട്. ടർമറിക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് വേറൊരു കളറായി അല്ല. ടർമറിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതായിക്കൊണ്ടിരിക്കട്ടെ. അപ്പം നമ്മൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കേട് യൂസ് ചെയ്യണം. കേട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ അറിയില്ലെങ്കിൽ
ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ നമ്മളതിലേക്ക് അല്പം കിഴങ്ങ് ഒഴിക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ ഒഴിക്കാം. വലിയ ടീസ്പൂണിലാണ് നമ്മൾ ഒഴിക്കാൻ. ഒത്തിരി കുറയാനും പാടില്ല, ഒത്തിരി കൂടാനും പാടില്ല. അപ്പം നമ്മൾ കേട് ഒഴിച്ചപ്പോൾ അതൊരു വേറൊരു കളറിലായിക്കണ്ടോ, വേറൊരു കളറായി. ഇപ്പം നല്ല മണം വരുന്നുണ്ട്, സൂപ്പർ മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ബോയിലായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും? എഗ്ഗ് ഇതിലേക്ക് ഇടും. എഗ്ഗ് ലാസ്റ്റാണ് ഇടുന്നത്, ഇപ്പോൾ അല്ല, ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇടാൻ പോവുകയാണ്. നമ്മൾ കട്ട് ചെയ്ത പീസ്, നമുക്ക് ആവശ്യത്തിന് എത്ര ചിക്കനാണ് അത്ര ഇടാം കേട്ടോ. കുറേ ജാസ്തി ഇടുന്നവർക്ക് ചിലർക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ല, ചിലവർക്ക് കമ്മി ഇട്ടാലും ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒറ്റ കയ്യിലാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ, ടൊമാറ്റോ കട്ട് ചെയ്ത പീസാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ സ്കൂളിൻ്റെ, നമ്മുടെ വിൻഡോ കൂടെ നോക്കിയാൽ നമ്മുടെ സ്കൂൾ കാണാം കേട്ടോ. ഓഫീസ് പഠിക്കുന്ന സ്കൂൾ കാണാം വിൻഡോസ്. അപ്പം നമ്മൾ ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ല മസാല ചേർക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല കുറച്ചും കൂടെ അല്പം കൂടെ സോസ് യൂസ് ചെയ്യാം. ഓക്കെ, നല്ല പിടിക്കണമല്ലോ നമ്മൾ. അപ്പോൾ